സൗദി അറേബ്യയിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും സഹായം തേടുകയാണ് കുടുംബം. ഇടുക്കി തൊടുപുഴ കൈതക്കാട് സ്വദേശി തേക്കുംകാട്ടിൽ ടി.കെ. സലീമിന്റെ മകൻ റംസൽ ടി.എസ്. ആണ് ദമാം ഖത്തീഫ് സെന്റർ ഹോസ്പിറ്റലിൽ 71 ദിവസമായി കോമ സ്റ്റേജിൽ ചികിത്സയിൽ കഴിയുന്നത്. സൗദി അറേബ്യയിലുള്ള സൈനർജി ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു റംസൽ. കമ്പനിയിലെ ജോലിക്കാരുമായി സൗദിയിൽ നിന്ന് ജോർദാനിലേക്ക് പോകുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത്. കമ്പനിയുടെ വണ്ടിയായിട്ട് ജോർദാനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും വണ്ടി ഒതുക്കി നിർത്തി വഴി തെറ്റി പോകുകയായത്. റൂട്ട് തെറ്റി പുള്ളി പോവുമായിരുന്നു. സിഗ്നൽ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ജോർദാനിലേക്ക് പോകുന്ന വഴിയല്ല എന്ന് തോന്നി വണ്ടി ഒതുക്കി നിർത്തി. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. ഇറങ്ങുന്ന സമയം വണ്ടി ഹാൻഡ് ബ്രേക്ക് വിട്ട് പുറത്തേക്ക് വണ്ടി പുറകോട്ട് ഉരുണ്ട് വരുമായിരുന്നു. ഇദ്ദേഹം എൻ്റെ മോൻ ഓടിച്ചെന്നിട്ട് വണ്ടി പുറകിൽ നിന്ന് തള്ളിപ്പിടിക്കുകയും വണ്ടി എൻ്റെ മോനും കൂടി ഒരു ഭിത്തിക്ക് ജാമാവുകയത്. ദമാം ഖത്തീഫ് സെന്റർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 71 ദിവസമായി കോമ സ്റ്റേജിൽ ചികിത്സയിൽ തുടരുകയാണ് 29 വയസ്സുകാരനായ റംസൽ. 60 ലക്ഷം രൂപയോളം ഇതുവരെ ചികിത്സയ്ക്ക് ആയിക്കഴിഞ്ഞു. കേരളത്തിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുന്നതിനാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ അദീഷ് കെയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എയർ ആംബുലൻസിൽ വേണം റംസലിനെ കേരളത്തിൽ എത്തിക്കാൻ. ഇതിന് നോർക്കയുടെയും എംബസിയുടെയും സഹായം ആവശ്യമുണ്ട്. വീട്ടിലാണെങ്കിൽ ഒരു മരിച്ച വീടിൻ്റെ ലുക്ക, ഭാര്യയും ഞാനും 2 പിള്ളേരും ഉള്ളൂ. ആകെ ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങൾ. സാമ്പത്തികമായി ലക്ഷങ്ങൾ വേണം ചികിത്സിക്കാൻ. ആകെ മൊത്തം ഒരു ചെറിയ വീടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കുള്ളൂ. ചികിത്സിക്കാൻ ലക്ഷങ്ങൾ വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരും പറയുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരുടെ സഹായങ്ങൾ എനിക്ക് കിട്ടണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച ശേഷവും ചികിത്സയ്ക്കായി വലിയൊരു തുക ആവശ്യമായി വരും. റംസലിനെ നാട്ടിലെത്തിക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും സർക്കാരിൻ്റെയും സുമനസുകളുടെയും സഹായം പ്രതീക്ഷിക്കുകയാണ് കുടുംബം. കൈരളി ന്യൂസ്, ഇടുക്കി.